UVIന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ടാക്സിയായിരുന്നു. 2000 മോഡൽ സ്ട്രൈഡ് എഞ്ചിൻ വണ്ടിയാണ്. നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്ന ഇതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പം വണ്ടിയെപ്പറ്റി പറയാൻ ഞാൻ ഒരുപാട് കാലം കോട്ടയം യാത്രയ്ക്കിടയിൽ ഈ വാഹനം ഇങ്ങനെ കയറി കിടക്കുന്ന കാണാറുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ ഇവിടുത്തെ അങ്കിളുമായിട്ട് സംസാരിച്ചു, വണ്ടിയെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞു. ശേഷം ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാം എന്ന് വെച്ച് വന്നതാണ്. ശബ്ദം കേട്ടോ, ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യ ബോഡി ക്വാളിറ്റിയാണ് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ മൊത്തം വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇത് 2000 മരിക്കാറിൽ നിന്ന് പുത്തൻ വണ്ടി 4,70,000 രൂപ കൊടുത്തെടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷത്തിലേക്കാണ്. കമ്പനി പെയിൻറ്റിങ്ങാണ്. ഒന്ന് ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ, ഷെഡിനകത്ത് തന്നെ കയറി കിടക്കുന്നു. പുതിയ വണ്ടി വന്നപ്പോൾ ആൾക്കാരൊന്ന് അരങ്ങൊഴിഞ്ഞ് ഷെഡൊന്ന് മാറിക്കിടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് തന്നെ നമ്മുടെ ഇത് ക്രോമിയം ഗ്രില്ലല്ല, ഇതിന് ഇവിടെ മാത്രമേ ക്രോമിയം ഉള്ളൂ, ബാക്കി ഇതെല്ലാം ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ബമ്പർ വരെ അദ്ദേഹം നിക്കൽ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ 2000 തൊട്ട് 22 വർഷക്കാലം ഈ വണ്ടി നിക്കലിംഗ് ഒന്നും ചെയ്യാതെ അതിഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ നമ്മുടെ വീൽ കപ്പൊക്കെയാണ്. വീൽ കപ്പ് എന്ന് പറയുമ്പം അത് നമ്മളെ കാണിക്കുന്നുണ്ട്. വീൽ കപ്പ് സാധാരണ അംബാസിഡർ വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈനിങ്, 1-2 ലൈനിങ്ങും കൊടുത്തിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു വീൽ കപ്പാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. 4 പുത്തൻ ടയറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോഴും രാജകീയ പ്രൗഢിയോടുകൂടി നിലവിൽ നമ്മുടെ നിരത്തുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളൊക്കെ ഇവനെ ബാധിക്കില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റിങ് ഞാൻ ഒത്തിരി അംബാസിഡർക്കാരുടെ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിങ് ആയിക്കോട്ടെ, ഇതൊന്നും ഇതുവരെ നിക്കലിങ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ കൊണ്ടുനടന്നിരുന്നൊരു വണ്ടിയാണ് ഈ അംബാസിഡർ കാറ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ HM എന്നുള്ളൊരു എംബ്ലം നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മോണോഗ്രാം ആയിക്കോട്ടെ, ഇതൊന്നും ഇതുവരെ നിക്കലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. സ്റ്റോക്ക് പെയിൻറ്റിങ്ങിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതുപോലെ വൈപ്പർ ആയിക്കോട്ടെ, അംബാസിഡർ കാറുകളുടെ വൈപ്പർ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായൊരു കാര്യമാണ് കേട്ടോ. ആദ്യം ബട്ടർഫ്ലൈ ടൈപ്പായിരുന്നു, നമ്മുടെ ലാൻഡ് മാസ്റ്റർ മാർക്ക് 1 ഒക്കെ വന്നപ്പം ബട്ടർഫ്ലൈ ടൈപ്പായിരുന്നു. ഇത് മാറി വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ നിക്കലിംഗ് ആയിരുന്നു. പിന്നീട് 2000 ഒക്കെ ആയപ്പോൾ തന്നെ ഇതെല്ലാം സാധാരണ മെറ്റലിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ഇതെല്ലാം ഫുൾ ടോപ്പ് വർക്കിംഗ് കണ്ടീഷനിലുള്ള വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം തന്നെ. കാരണം കൂടെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ ഈ വൈപ്പറിൻ്റെ സെറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം പോലും ഒന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ FM റേഡിയോയുടെ അതേ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്യുക, അന്നത്തെ കാലത്ത് AC ഇല്ലാതെ പറയുന്നത് എന്താ, മഴയൊക്കെ വരുമ്പോൾ ഈ ക്വാർട്ടർ ഗ്ലാസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഗ്ലാസ് എല്ലാം കയറ്റിയിട്ടാണ് നല്ല അസാധ്യമായ കാറ്റ് നമ്മുടെ വണ്ടിക്കകത്ത് കയറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ FM-ൻ്റെ ആൻറ്റിന ആയിക്കോട്ടെ, അതുപോലെ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ 2000 കാലഘട്ടങ്ങളിലാണ് 2000, 2004, 2005 വണ്ടിക്കൊക്കെ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ വന്നിട്ടുണ്ട്. അതിനുശേഷം ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ വണ്ടികൾ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ട്, കാറ്റ് നമുക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിരിക്കുകയാണ് നല്ല അസാധ്യമായ നല്ല കാറ്റ് നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറും. അതൊക്കെ തന്നെ വളരെ വലിയൊരു പ്രത്യേകത തന്നെയായിരുന്നു. ഈ വണ്ടി ഇതുവരെ ഇതിൻ്റെ ഫെൻഡറോ ഡോറോ ഒരു ഭാഗം പോലും അഴിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അതേ ഷേപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ അംബാസിഡർ കാർ എന്നുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഇവിടെ ഒരു റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഗാർഡുകൾ കൊടുത്തിട്ടുള്ളത് വെള്ളം അടിച്ചു വീഴായിരിക്കാം. അതുപോലെ വാട്ടർ ചാനൽ ആയിക്കോട്ടെ, ഇവിടെ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്രായത്തിൻ്റേതായ പഴക്കങ്ങൾ, 22 വർഷത്തിന് മുകളിലായി വണ്ടിക്ക് അതിൻ്റേതായ പഴക്കം തന്നെയുണ്ട്. ഈ ടൈപ്പ് ലോക്ക് വന്നപ്പോഴാണ് ഈ വണ്ടി സുതാര്യമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിലോട്ടായത്. മറ്റേ ഞെക്കുന്ന ടൈപ്പ് ആയിരുന്നപ്പോൾ അത് ഒത്തിരി കട്ടിയായിരുന്നത്, കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അതുപോലെ ഈ ബീഡിങ് ഒക്കെ ആയിക്കോട്ടെ, ഈ അലുമിനിയം ബീഡിങ് ഒക്കെ നമുക്ക് ബഫ് ചെയ്തിടുകയാണെങ്കിൽ അസാധ്യമായിട്ട് നല്ല ഗ്ലേസിംഗ്. ഇത് ഓക്സിജനുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ ഇതിൻ്റെ കൊറോഷൻ സംഭവിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഡാർക്ക്നെസ് പോലെ വന്നിട്ടുള്ളതും. ഇതുപോലെ ഇതിൻ്റെ പുറകിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലേക്കുള്ളത്. അതുപോലെ ഇതിൻ്റെ ലിഡാണ്, ഡീസലിൻ്റെ ലിഡാണ്. 40 ലിറ്ററാണോ 54 ലിറ്ററാണോ അതാണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഡീസൽ വണ്ടിക്ക്. അതുപോലെ ഇതിൻ്റെ പുറകിലത്തെ ഡിക്കിലോട്ട് വരുമ്പോൾ ഇഞ്ചസ് ആയിക്കോട്ടെ, ഇതൊന്നും ഇതുവരെ തൊടേണ്ടി വന്നിട്ടില്ല. ഇതേവരെ ഒന്ന് അഴിക്കേണ്ടി ഒന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും വന്നിട്ടില്ലാത്ത ടൈപ്പാണ് ഇതിൻ്റെ ഇഞ്ചസ്. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, മുൻകാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിക്കൊക്കെ ഇവിടെ ഒരു അലൂമിനിയം ലോക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം സിംഗിൾ ബീഡിംഗ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിനൊന്നും ഇവിടെയൊക്കെ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ ബാക്കിലായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം, അംബാസിഡർ ബമ്പർ 3 പീസാണ്, 2 സൈഡും ഒരു സെൻട്രൽ പീസും. ഇതൊന്നും ഇതുവരെ ഒരു വലിയ കാര്യമായിട്ട് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ഇൻഡിക്കേറ്റർ, നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ, അതുപോലെ ഇൻഡിക്കേറ്റർ, ഈ ഇതൊക്കെ വന്നിരിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ അന്ന് വന്ന സെയിം സാധനം ഇതുവരെ മാറ്റേണ്ട പോലെ വന്നില്ല. സ്റ്റിൽ വർക്കിംഗ് ആണ് ഇതെല്ലാം. അതുപോലെ ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതുപോലെ ഇതിൻ്റെ ബാക്കി പറയാനുള്ളത് ഈ സൈഡൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ പ്രായത്തിൻ്റെതായ ചെറിയ പരിഗണന നമ്മളോട്. കാരണം ഞാൻ എന്താ പറയുക, ചെറിയ പൊട്ടും തുരുമ്പ് പോലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഏകദേശം 1,55,000 കിലോമീറ്റർ ഓടിക്കിടക്കുന്ന വണ്ടിയാണ്. ഇതുവരെ ഇതിൻ്റെ ഇഞ്ചൻ പണിയാനോ ഇതിൻ്റെ ഗിയർ ബോക്സിൽ തൊടാനോ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് പോലെ മാറേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുപോലെ കാരണം അങ്ങനെ അലന്നോടിയിട്ടില്ല. പക്ഷേ ഈ 1,50,000 കിലോമീറ്റർ വളരെ വിജയകരമായിട്ട് ഇപ്പോഴും ഈ വണ്ടി ഇങ്ങനെ നമ്മുടെ നിരത്തുകളിലൂടെ അസാധ്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ പറയണത് നമുക്ക് ഇനി ഇൻറ്റീരിയർ പോർഷനിലേക്ക് പോവാം. വണ്ടി ബെഞ്ച് സീറ്റ് വണ്ടിയാണ്. 2000 കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള സോഫ ബെഞ്ച് സീറ്റ് വണ്ടിയാണ്. തന്നെ കുഷ്യനൊക്കെയാണത് ഇപ്പോഴും വളരെ ഇതുകൊണ്ട് തന്നെയാണ് ഈ അംബാസഡർ കാറിന് യാത്രാസുഖം അപാരം എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കുഷ്യനാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അതുപോലെ നമ്മുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ. ഇതൊക്കെ വളരെ അസാധ്യമായിട്ട് നമുക്ക് ഇപ്പോഴും കൈകാര്യം ചെയ്യാവുന്ന ടൈപ്പാണ്. വലിയ കട്ടി എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല, കാരണം ഓയിലൊക്കെ വെച്ച് കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ഇതിൻ്റെ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ വന്ന ആ ഒരു ഫൈബറിൻ്റെ ഡാഷ്ബോർഡാണ്. ഒരു AC വെന്റിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മ്യൂസിക് സിസ്റ്റം അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടിക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ സൈഡ് മിറർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാതെ ഈ സൈഡ് മിററിൽ ഈ വണ്ടിക്ക് വന്നിട്ടില്ല. നമുക്ക് തല വെളിയായിട്ട് നോക്കാനുള്ളൂ. പിന്നെ ബാക്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു മിററും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഈ വണ്ടിയുടെ ഒരു വലിയ സവിശേഷത. കാരണം സൈഡ് മിററിൻ്റെ ആവശ്യം ഈ വണ്ടിക്കില്ല. കാരണം ഫുൾ നമുക്കൊന്ന് തലതിരിഞ്ഞ് നോക്കിയ വണ്ടി മൊത്തം സൈഡ് നമുക്ക് കാണാം. ഒരു ബ്ലൈൻഡ് സ്പോട്ട്, നമുക്ക് 0 ബ്ലൈൻഡ് സ്പോട്ട് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഉള്ളൊരു അസാധ്യമായ വാഹനമാണ്. 55 മുതൽ 2014 വരെ ഏറെക്കുറെ 50 വർഷത്തോളം വളരെ അസാധ്യമായിട്ട് വളരെ വിജയകരമായിട്ട് നമ്മുടെ ഈ വാഹനം നമ്മുടെ നിരത്തുകളിലുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ടുള്ള പല വാഹനങ്ങളും ഈ പിൻഗാമി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഈ അന്നത്തെ റോഡുകൾക്കും അന്നത്തെ വഴികൾക്കും അനുയോജ്യമായി ഇത്രയും യാത്രാസുഖം തന്നുകൊണ്ടിരുന്ന വണ്ടി മറ്റൊന്നുമില്ലായിരുന്നു. അതുപോലെ ഇതിൻ്റെ കൺസോൾ ആയിക്കോട്ടെ, നമ്മുടെ മീറ്റർ കൺസോളിലായിക്കോട്ടെ, നമുക്കിനി മീറ്റർ കൺസോളിലേക്ക് പോവാം. ഒരു ഫ്യൂവൽ ഗേജ്, അതുപോലെ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. വണ്ടി 2 ദിവസമായിട്ട് നിർത്തിയിട്ടിരിക്കുമായിരുന്നു. ടെമ്പറേച്ചർ ഗേജ്, ഓയിൽ പ്രഷർ കാണിക്കാൻ. പിന്നെ ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാണിച്ചിരിക്കുന്നത് ബാറ്ററിയുടെ 140 കിലോമീറ്റർ സ്പീഡ് വരുന്നൊരു സ്പീഡോമീറ്റർ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ സ്വിച്ചാണ്. ഹീറ്ററിൻ്റെ ഒരു ഗ്ലോ പ്ലഗാണ് നമ്മുടെ ഗ്ലോയിങ് ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ്ട്രാ സ്വിച്ച് വേറെ കൊടുത്തിരിക്കുകയാണ് വണ്ടി ഹീറ്റ് ചെയ്യാൻ വേണ്ടി. ആ ഹീറ്റർ പ്ലഗിൻ്റെ സ്വിച്ചിന് തന്നെ വേറൊരു സ്വിച്ച് ഇതിനടിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഓൺ ചെയ്യാൻ വേണ്ടി. ഈ വണ്ടി ഓടിക്കുന്ന ഒരു ശൈലിയാണ്. അന്ന് ഈ ബെഞ്ച് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആൾക്കാർ കയറിയിരിക്കും. ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഒരു ശക്കലം വലത്തോട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്ന ടൈപ്പാണ്. ഡ്രൈവർ ഈ സൈഡിൽ ഇരിക്കും. ഡ്രൈവർ മാക്സിമം ഒതുങ്ങിയിരിക്കും. ഇവിടെ ഒരു 3-4 പേര്, പുറകെ ഒരു 5-6 പേര്. അന്നത്തെ ഒരു വലിയ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമായിട്ടും അന്നത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു വാഹനമായിട്ടും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമായിരുന്നു. ആർമിക്ക് വേണ്ടി മേക്ക് ചെയ്തുകൊണ്ടിരുന്ന അംബാസഡർ കാറുകളുണ്ടായിരുന്നു. ഇത് ഓടിക്കുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഈ ബെഞ്ച് സീറ്റുള്ള വണ്ടിയിൽ ഡ്രൈവർ ഇങ്ങനെ ഒതുങ്ങിയിരുന്നത് ഈ കൈ വെളിയിലെടുത്തതിന് ഇങ്ങനെയുള്ളൊരു റോഡ് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ ഈ വാഹനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പുതിയ രീതിയിൽ ഇരുന്ന് ഓടിക്കുന്ന ആ ഒരു ശൈലി നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് എല്ലാം കാണാം. അതുപോലെ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ പുറകെ കാണാം. ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇത് ബൂസ്റ്റർ കയറ്റിയിരിക്കുന്ന വണ്ടിയല്ല. അതിൻ്റെ ക്ലച്ചൊക്കെ അസാധ്യമായിട്ട് ചുമ്മാ നമുക്ക് വെറുതെ ചവിട്ടി താക്കാവുന്ന രീതിയിലുള്ള ക്ലച്ചും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ആക്സിലേറ്റർ എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പം നിലവിലായിട്ടുള്ളത്. അതുപോലെ ഇൻഡിക്കേറ്റർ ഗ്ലോ പ്ലഗ്, ഇൻഡിക്കേറ്റർ ലിവറും ഡിമ്മ് ബ്രൈറ്റ്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലിവറും ഒക്കെ ഈ റൈറ്റ് സൈഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് ഈ വണ്ടിക്ക്. നിലവിലും ഈ മറ്റൊരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. സാധാരണ അംബാസഡർ കാറുകൾക്കുള്ളതുപോലെ തന്നെയായിരുന്നു. ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ മറിച്ച് വെച്ചാൽ ഈ കാറ്റ് ഇതിലെ തട്ടി നമ്മുടെ ദേഹത്തേക്കാണ് അടിക്കുന്നത്. നല്ലൊരു ഫീലിംഗ് ആണ്. നമ്മുടെ അംബാസഡർ കാർ ഒരു തവണ ഓടിച്ചിട്ടുള്ളവർ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് നമ്മുടെ ഈ വണ്ടി ഓടിക്കാനുള്ളത്. ഇനി നമ്മളിതിന് ഇഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് 1500 cc സ്ട്രൈഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 5 സ്പീഡ് ആകുമ്പോൾ ഒന്നും കൂടെ വണ്ടി സൈലൻ്റ് ആവും, ഒന്നും കൂടെ സ്മൂത്ത് ആവും വണ്ടി. അതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ സ്മൂത്ത് ആവുമെന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ശബ്ദം തീർത്തും വണ്ടി സൈലൻറ്റും കൂടെ ആകും. പിന്നെ മാറ്റും കാര്യങ്ങളെല്ലാം വരും, വണ്ടി ഒന്നും കൂടെ സൈലൻ്റായി നിൽക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മുടെ ഡോർ പാഡ് ആയിക്കോട്ടെ. ഡോർ പാഡൊക്കെ എന്ന് പറയുന്നത് പുതിയ ടൈപ്പ് ലോക്കുകളാണ് ഈ ഡോറിനൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഗ്ലാസ് വൈൻഡറൊക്കെ നമ്മുടെ ആ ഗ്രില്ല് മാറി എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് വൈൻഡർ. നമുക്ക് വെട്ടമുള്ള നിങ്ങൾക്ക് അവിടെ കാണാതിരിക്കാം. അതുപോലെ
ഡോർ പുള്ളർ റിബൺ ടൈപ്പ് മാറ്റി പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഡോറിൻ്റെ പിടി നമുക്ക് വലിച്ചടയ്ക്കാൻ വേണ്ടിയുള്ളത് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു സൺഷെയ്ഡ് റൈറ്റ് സൈഡിൽ മാത്രം ഒരു സൺഷെയ്ഡ് ഒരാവശ്യം ഇവിടെ ഒരു ഫിലിം ഒട്ടിച്ചാൽ തീരാൻ നയിച്ചുള്ളൂ. പക്ഷേ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് വെട്ടമടിച്ച് സൂര്യപ്രകാശം നമ്മുടെ കണ്ണ് വലിയ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലല്ല ഇതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ. അതുപോലെ മറ്റ് ഇതിൻ്റെ ടോപ്പൊക്കെ ആയിക്കോട്ടെ അതിൻ്റെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതേ ടോപ്പ് അതേ റെക്സിൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴും പറഞ്ഞ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പുറകിലത്തെ സീറ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ ബെഞ്ച് സീറ്റ് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബെഞ്ച് സീറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. യാത്രാസുഖം പുറകിലിരിക്കുന്നവർക്ക് അപാരമായ യാത്രാസുഖമാണ് നമ്മുടെ വണ്ടി തന്നുകൊണ്ടിരുന്നത്. അതാണ് നമുക്കിതിന് ഇഞ്ചൻ റൂം ഒന്ന് കാണാം. ഇപ്പോഴത്തെ വണ്ടികളിലെ പോലെ നമ്മൾ ഈ ബോണറ്റ് പൊക്കിയിട്ട് അതിൻ്റെ സ്റ്റാൻഡ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് പൊങ്ങുമ്പോഴേ കറക്റ്റ് അതിൻ്റെ ലോക്ക് വീഴണം. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്ക് മാത്രം ഒന്ന് പൊക്കിയിട്ട് താഴോട്ട് തട്ടാൽ മതി, അത് കറക്റ്റ് വീണോളും. 5 സ്പീഡ് 4 സ്പീഡ് സൈഡിൻ്റെ എഞ്ചിനാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ട്. പുത്തൻ ബാറ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റ് എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊന്നും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അതിൻ്റെ പഴയ മാസ്റ്റർ പമ്പും കാര്യങ്ങളോ. ഇതിൻ്റെ എഞ്ചിൻ ബേ ആയിക്കോട്ടെ നമുക്ക് വളരെ നീറ്റായിട്ടുള്ളൊരു എഞ്ചിൻ ബേ ആണ്. പുതിയൊരു ബാറ്ററി നമുക്ക് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC കയറ്റാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. വലിയ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ബൂസ്റ്റർ കൊടുത്തില്ല. ഇപ്പോഴത്തെ മിക്കവാറും വണ്ടികൾക്കൊക്കെ ബൂസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ബൂസ്റ്റർ കൊടുത്തിട്ടുള്ള കമ്പനി വന്നിരിക്കുന്ന മാസ്റ്റർ പമ്പാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അതുപോലെ ഓൾട്ടർനേറ്റർ ആയിക്കോട്ടെ ഇതൊന്നും നമ്മൾ അഡ്വാൻസ് ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് ഡൈനാമോ ആയിരുന്നു, അതിൽ നിന്ന് മാറി ഇപ്പോൾ ഓൾട്ടർനേറ്ററാണ് നമ്മുടെ വണ്ടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ 2 റൂട്ട്സിൻ്റെ 2 ഹോൺ അത്യാവശ്യം കേൾക്കാൻ വേണ്ടി 2 ഹോൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇഞ്ചിൻ്റെ പ്രത്യേകത. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം കൈകളിട്ട് നമുക്ക് പണിയാൻ പറ്റുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇഞ്ചിൻ റൂമാണ്. ഇപ്പോഴത്തെ വണ്ടികളിലെ പോലെ സെൻസറും 3-4 തരം ടൈപ്പ് ഫ്ലൂയിഡുകളും കാര്യങ്ങളും ഒന്നും വരേണ്ടി വന്നിട്ടില്ല. തീർത്തും മെക്കാനിക്കലായിട്ടുള്ള വാഹനം തന്നെയാണ് നമ്മുടെ എംബാസഡർ. ഇതിൻ്റെ ഗ്രില്ലായിക്കോട്ടെ നമുക്ക് AC കയറ്റാനുള്ള ടൈപ്പിൻ്റെ ഗ്രില്ല് ആയിട്ടാണ്. അതിൻ്റെ ഫ്രണ്ട് നമുക്ക് കണ്ടൻസർ വെക്കാം. അതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ബോണറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബോണ്ട് താങ്കൾ വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോഴേ ലോക്കാതെ. ഈ 22 വർഷമായിട്ട് ഇതെല്ലാം ഇത്ര പക്കയായിട്ട് ഇറങ്ങുന്നൊരു വണ്ടി. അതുപോലെ ഇതിൻ്റെ ബൂട്ടിൻ്റെ ബമ്പർ ബൂട്ടായിക്കോട്ടെ ഇതൊക്കെ റബ്ബർ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇത് സ്റ്റീലായിരുന്നു. ഇത് 2 സൈഡ് ബമ്പർ ഗാർഡ് വന്നിരിക്കുന്ന സ്റ്റീലായിരുന്നു. അതുപോലെ ഇതിൻ്റെ മാർക്ക് 4 ഇതിൻ്റെ ഒരു ബീഡിങ് ബാക്കിൽ നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 2000 ക്ലാസിക് വണ്ടിയാണ്. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സുകളായിക്കോട്ടെ ഇതൊന്നും പുതിയത് മേടിക്കാൻ വന്നിട്ടില്ല. കാരണം മങ്ങിയിട്ടൊന്നുമില്ല. അത് സെയിം കമ്പനി അന്ന് സ്ക്രൂ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടാണ് വണ്ടി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. അവർക്കാണെങ്കിൽ പോലും കണ്ടപ്പോൾ വളരെ സന്തോഷമായിപ്പോൾ. കാരണം ഇത്രയും ഭംഗിയായിട്ടൊരു വണ്ടി കമ്പനി പെയിൻറ്റിങ്ങിൽ തന്നെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വന്നത് അവർക്ക് വളരെ സന്തോഷമായിപ്പോൾ. ഈ 4,20,000 രൂപ മുടക്കിയെടുത്ത ഈ രാജപ്രൗഢിയോട് നിൽക്കുന്ന ഈ ആശാൻ, ഈ എംബാസഡർ കാർ ഇന്നും നമ്മുടെ നിരത്തുകളിൽ ഇഷ്ടംപോലെ ഓടുന്നുണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ആംറോക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ മീറ്റ് പ്രൈസ് ഉൾക്കൊള്ളി നടക്കേണ്ടായി. 60 തൊട്ട് താഴോട്ട് വന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരു വലിയ ശ്രേണി തന്നെ നമുക്ക് അന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ചാനലിനകത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാ. നമുക്കിതിൻ്റെ ഇഞ്ചിൻ്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. ഞാനൊന്ന് ബോണറ്റ് ഇതിന് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ബോണറ്റ് തുറക്കുന്ന ആ ഒരു ലിവറായിട്ടുള്ളത്. ചെറുതായിട്ട് ലൂസാണ്, അത് ടൈറ്റ് ചെയ്യുന്ന അതിൻ്റെ ശബ്ദമുണ്ട്. ആ ശബ്ദം നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇപ്പോഴും ആ ഒരു നമ്മുടെ വണ്ടിയുടെ ബോണറ്റൊക്കെ നമ്മൾ താത്തി വെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഈ തുടരെ അംബാസിഡർ കാറുകൾ ചെയ്യുന്ന നമ്മുടെ ഈ പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ഒരു കാലത്ത് നമ്മുടെ നിരത്തുകൾ വാണ്ടിരുന്നത് നിങ്ങളെയൊക്കെ അറിയിക്കുക. ഇതൊക്കെ ഇന്നും വളരെ മനോഹരമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളിലേക്ക് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ എത്തും. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.